ஞானம் வாழ்க, கர்மம் வாழ்க, ஸ்தானம் வாழ்க, தர பூமியும் வாழ்க. ஞானம் வாழ்க, கர்மம் வாழ்க, ஸ்தானம் வாழ்க, தர பூமியும் வாழ்க. ട്രൂ മീഡിയ കേരളയിൽ നമ്മൾ കേട്ടത് പൈസക്കരി ദേവമാത ഹൈസ്കൂളിലെ നല്ല ഒരു നാടൻ പാട്ടാണ്. ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മക്കളാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ഇന്ന് ചേരുന്നത്. അവരുടെ നാടൻ പാട്ടൊക്കെ നമ്മൾ കേട്ടു. കലോത്സവത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നമ്മുടെ ദേവമാത ഹൈസ്കൂൾ മിന്നും പ്രകടനം കാഴ്ചവെച്ചു ഓവറോളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് HM-നോട് തന്നെ ചോദിക്കാം. ടീച്ചറെ നമസ്കാരം. നല്ല മിന്നും പ്രകടനമാണ് നമ്മുടെ ഹൈസ്കൂൾ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗംഭീരമായി കാഴ്ചവെച്ചിട്ടുള്ളത്. മക്കളെയൊക്കെ നമ്മൾ കണ്ടു, നാടൻപാട്ടൊക്കെ കേട്ടു. ഏതൊക്കെ ഇനങ്ങളിലാണ് നമ്മൾ സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കിയിട്ടുള്ളത്? ഞങ്ങൾ 55 ഇനങ്ങളിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ നമുക്കൊരു 14 ഇനങ്ങൾ ജില്ലയിലേക്ക് ഫസ്റ്റ് എ ഗ്രേഡോട് പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടി. ഒപ്പന, പണിയ നൃത്തം, മംഗലം കളി, അങ്ങനെ ഒരുപാട് 10-14 ഗ്രൂപ്പ് ഐറ്റങ്ങൾ ചെണ്ടമേളത്തിനുണ്ട്. എല്ലാം കിട്ടി. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്, ഞങ്ങളും സന്തോഷത്തിലാണ്. നമ്മുടെ സ്കൂള് ഈ വർഷം ജൂബിലി വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു വിജയം കരസ്ഥമാക്കിയതിൽ ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നു. അപ്പോൾ സെക്കൻഡ് റണ്ണറപ്പ് ആണല്ലേ? സംസ്കൃതത്തിന് ഫസ്റ്റ് റണ്ണറപ്പും ജനറൽ കലോത്സവത്തിന് സെക്കൻഡ് റണ്ണറപ്പും. എത്ര മക്കളാണ് നമ്മുടെ ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുത്തത്? നമ്മുടെ സ്കൂളിൽ നിന്ന് 136 കുട്ടികൾ. 136 കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. അപ്പോൾ അതിനകത്ത് 14 ഇനങ്ങളിൽ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇത്? ഇവരുടെ ഈ ഒരുക്കങ്ങളും റിഹേഴ്സലും അതുപോലെ തന്നെ അധ്യാപകരുടെ ഒക്കെ സപ്പോർട്ട്, PTA ഭാരവാഹികളുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ? ഞങ്ങൾ ഒരു മാസമായിട്ട് ഇതിൻ്റെ തീവ്ര പരിശീലനത്തിലായിരുന്നു. ഞങ്ങളുടെ മാനേജർ നോബിളച്ചൻ, അസിസ്റ്റന്റ് മാനേജർ ജോമലച്ചൻ, പിന്നെ അതുപോലെ തന്നെ ബിനു മണ്ഡപത്തിൻ്റെ നേതൃത്വത്തിലുള്ള PTA എക്സിക്യൂട്ടീവ്, ഇവരുടെ എല്ലാം അകമഴിഞ്ഞ പ്രോത്സാഹനമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധ്യാപകർ ഇവിടെ ഒരു ഒറ്റ ടീമാണ്. അവർ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ മുൻനിരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അകമഴിഞ്ഞ പിന്തുണയും പരിശീലനവും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാം വളരെ ആക്റ്റീവായിരുന്നു, അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ് ഈ പൈസക്കരിയുടെ ദേവമാത കരസ്ഥമാക്കിയത്. അപ്പോൾ ഒരു സന്തോഷ നിമിഷമാണല്ലേ? നമ്മുടെ ഇപ്പോൾ ജൂബിലി വർഷം കൂടി ആയതുകൊണ്ട് ഒരു ഇരട്ട മധുരമാണ് സബ് ജില്ലയിൽ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയത്. ജില്ലയിൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും? ജില്ലയിലേക്ക് ഞങ്ങൾ മാക്സിമം പരിശീലനം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ പണിയ നൃത്തത്തിനും ചെണ്ടമേളത്തിനും ഒപ്പനയ്ക്കൊക്കെ റിഹേഴ്സൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് ജില്ലയിലും നേടാൻ സാധിക്കുമെന്ന്. പിന്നെ മക്കളോട്, മത്സരാർത്ഥികളോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ജില്ലയിൽ പങ്കെടുക്കുന്ന മക്കളോട്. ജില്ലയിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് അവരുടെ കഴിവിൻ്റെ മാക്സിമം ഉപയോഗിച്ച് മത്സരത്തിൽ പങ്കെടുക്കുക. പിന്നെ വിജയം ലഭിക്കണമെന്ന് ഉറപ്പില്ല, പക്ഷേ അതിനെ ആരോഗ്യകരമായൊരു മത്സരമായി കാണുക. എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മുൻപോട്ടുള്ള പ്രയാണത്തിന് തെറ്റിതിരുത്തി മുന്നേറാനുള്ള ഒരു അവസരം ആയിട്ട് ഇതിനെ പരിഗണിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അതാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നമ്മൾ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരാർത്ഥികളെ വിജയികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും സ്കൂളുകളിൽ ചെന്ന് നേരിട്ട് കാണുമെന്ന്. അതുകൊണ്ടാണ് ട്രൂ മീഡിയ കേരള ഇപ്പോൾ പൈസക്കരി ദേവമാത സ്കൂളിലെത്തി ഇവരൊക്കെ നേരിട്ട് കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവരൊക്കെ ഒരു യൂണിഫോമിലൊക്കെ ആണുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ HM നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ മക്കളുടെ പെർഫോമൻസ് സബ് ജില്ലാ കലോത്സവത്തിൽ? ഒത്തിരി സന്തോഷമുണ്ട് ഈ മക്കൾ ഇത്രയും നല്ല വിജയം ഈ ഒരു സ്കൂളിന് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട് അവർ നേടിയത്. തീർച്ചയായിട്ടും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ മക്കൾ, ഈ വളർന്നു വരുന്ന ഈ കുഞ്ഞുങ്ങളാണ് നാളത്തെ തലമുറ എന്നുള്ള വാഗ്ദാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ മക്കളെല്ലാവരും പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ കേരളത്തിലാണെങ്കിലും ഈ മക്കളെ പോലെയുള്ള ഇവരുടെ കഴിവുകളും ഇവരുടെ വിജയങ്ങളും നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, ഈ മക്കൾ ഈ നാടിൻ്റെ അഭിമാനമായി മാറുന്നത് ഈ നാടിന് വേണ്ടി ഇവർ ജോലി എടുക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഈ മക്കൾ ഈ നാടിനൊരു അഭിമാനമായിട്ട് വരും തലമുറയിൽ ഈ യൂറോപ്പിലേക്കുള്ള ഈ ഒരു ഓട്ടമൊക്കെ മാറ്റി കേരളത്തിന് വേണ്ടിയിട്ട് ഈ മക്കൾ നമ്മുടെ മക്കളായിട്ട് ഈ ഭൂമിയിലുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ മക്കളുടെ അഭിമാനവും ഇവർ നേടിത്തന്ന ഈ വിജയമൊക്കെ ഈ നാടിൻ്റെ വിജയമായി കരുതുന്നു. പൈസക്കരി ഈ ദേവമാത ഹൈസ്കൂൾ ഇന്നും മുന്നിൽ തന്നെയാണെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഇവർക്ക് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു അച്ഛാ. അപ്പോൾ PTA പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസും ഈ ഒരു വിജയത്തിളക്കത്തിൽ എന്താണ് പറയാനുള്ളത്? PTAയ്ക്കും സ്കൂളിനും വലിയ അഭിമാനമാണ്, ദേശത്തിന് തന്നെ അഭിമാനമാണ്. കാരണം ഈ പ്രദേശം ഒരുപാട് പരിമിതികളുള്ള സ്ഥലമാണ്, മലയോര പ്രദേശമാണ്, കുടിയേറ്റ മേഖലയാണ്. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്ട്രെങ്ത് നോക്കിയാൽ മത്സരിച്ച മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷേ ഈ കുറഞ്ഞ വിഭവശേഷിയിൽ ഇത്രയും വലിയൊരു വിജയം നേടാൻ സ്കൂളിന് കഴിഞ്ഞു. അതിന് ഏറ്റവും ആദ്യം അഭിനന്ദിക്കുന്നത് പ്രിയപ്പെട്ട അധ്യാപകരെ തന്നെയാണ്. വളരെ നല്ല ഒരു അധ്യാപക ടീം നമുക്കുണ്ട്. മാനേജ്മെൻറ്റ് അതിന് ഏറ്റവും നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. രക്ഷിതാക്കളുടെ ഭാഗത്തും നല്ല പിന്തുണയുണ്ട്. പിന്നെ ഈ ദേശത്തെ ആളുകൾ സ്കൂളിനെ അവരുടെ ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നു. കാരണം പൈസക്കരി എന്നും അറിയപ്പെടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നാടെന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. ഇവിടെ KG മുതൽ PG വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ദേവമാത എഡ്യൂക്കേഷൻ കോംപ്ലക്സിലുണ്ട്. അത് ഒക്കെ ഈ നാടിന് അഭിമാനമാണ്. അതിനൊക്കെ ഒരു പൊൻതൂവലെന്ന് പറയാം ദേവമാത ഹൈസ്കൂൾ. കാരണം ഏത് മത്സരം എടുത്താലും, അത് കായിക മത്സരങ്ങളാണെങ്കിലും കലാമത്സരങ്ങളാണെങ്കിലും അക്കാദമിക മികവിലാണെങ്കിലും ദേവമാത ഹൈസ്കൂൾ സമീപ സ്കൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിലുണ്ട്. വളരെ വലിയ അഭിമാനമാണ് സ്കൂളിനെ. ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോവാം. എന്താ പേര്? തങ്കച്ചൻ. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിന്റെ പെർഫോമൻസ്? അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഗംഭീരായിരുന്നു. സൂപ്പറായിരുന്നു. ഇനിയും പ്രതീക്ഷിക്കാം. സ്റ്റേറ്റിലേക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പോയിരുന്നു. ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണ്? ഐറ്റം നമ്മൾ പണി നൃത്തം, മംഗലം കളി, വഞ്ചിപ്പാട്ട്, പിന്നെ ചെണ്ടമേളമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ജില്ലയിലേക്ക് പോകുന്ന തകർക്കും. എന്താ പേര്? ജോഷി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? ഈ വർഷത്തെ പിള്ളേർ നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ ഏകദേശം ഒരു 14 ഐറ്റംസിൽ നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്. അപ്പം ജില്ലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളെല്ലാം നല്ല ഉഷാറാണ്. എന്താ പേര്? എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. കഴിഞ്ഞ വർഷത്തേലും നല്ല റിസൾട്ടാണ് ഈ പ്രാവശ്യം കിട്ടിയത്. സെക്കൻഡ് ഓവറോൾ ആണെങ്കിൽ പോലും, പക്ഷേ കഴിഞ്ഞ വർഷത്തേതിലും ഫസ്റ്റ് എ ഗ്രേഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പിള്ളേരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. ഓരോ വർഷം കഴിയുന്നതും മികച്ച് കുറച്ച് പിള്ളേരെ ഉള്ളെങ്കിലും ഉള്ള പിള്ളേരെ നന്നായിട്ട് തന്നെ കുറേ 5-6 ഐറ്റത്തിനും പിള്ളേർ മത്സരിച്ചിട്ട് അവർ എ ഗ്രേഡും ഫസ്റ്റ് എ ഗ്രേഡും വാങ്ങുന്നുണ്ട്. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ബിബിൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കലോത്സവം? അല്ല, മൊത്തത്തിൽ വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ഉപജില്ലാ തലത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലേക്ക് ഇത്തവണ 14 ഇനങ്ങളിലാണ് മത്സരം വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ചുമതല പണിയ നൃത്തത്തിൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ പോലെ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിലൊക്കെ ഉപജില്ലാ പ്രവേശനം നഷ്ടമായിരുന്നു. പക്ഷേ ഇത്തവണ കുട്ടികൾ നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ട് തന്നെ ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്നും ആളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് പണി നിർത്തതൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് രാവിലെ വന്നിട്ടുണ്ട്. അവിടെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു വിജയം പ്രതീക്ഷിക്കുകയാണ്. 14 ഐറ്റം ഉണ്ട്. അപ്പോൾ അതിലൊരു 4-5 ഐറ്റമെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് കടക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ നേരുകയാണ്. സാർ എന്താ പേര്? പേര് ബിജു. എങ്ങനെയുണ്ടായിരുന്നു? സാറായിരുന്നല്ലേ ഇതിനകത്ത്? തീർച്ചയായിട്ടും അവിടെ കണ്ടിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പിള്ളേർ നന്നായിട്ട് പെർഫോം ചെയ്തു. നമുക്ക് ഇപ്പോൾ പൈസക്കരി ദേവമാത ഹൈസ്കൂള് ഈ കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ മികച്ച വിജയം കൈവരിക്കാറുണ്ട്. ഈ വർഷം പ്രത്യേകിച്ച് കലാരംഗത്ത് വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കേരള ടീമിൻ്റെ ക്യാപ്റ്റന്മാർ പൈസക്കരി ദേവമാത ഹൈസ്കൂളിലെ ആയിരുന്നു. അതുപോലെ കേരളത്തിലെ ബെസ്റ്റ് പ്ലെയേഴ്സൊക്കെ ദേവമാത ഹൈസ്കൂളിലെ തന്നെയായിരുന്നു. അപ്പോൾ 2 മേഖലകളിലും കലാരംഗത്തും കായിക രംഗത്തും മികച്ച മികവ് പുലർത്താൻ വേണ്ടിയിട്ട് സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. കുട്ടികൾ നല്ല കഴിവുള്ളവരാണ്. അവസരം കിട്ടിയ കുട്ടികൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതിവിടെ വന്നപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ ചെറിയ പരിമിതി കൊണ്ട് നമുക്ക് അധ്യാപകരെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. എന്നിട്ട് മക്കളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എന്താ ടീച്ചറുടെ പേര്? ആശ ടീച്ചർ. ആശ ടീച്ചർ, എങ്ങനെയുണ്ട് നമ്മുടെ മക്കളുടെ ഒരു പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആണ്. വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്.
ജില്ലാ വേദികളിലേക്കൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷം. എന്താ ടീച്ചറെ പേര്? എൻ്റെ പേര് സിൽബി. കലോത്സവം മക്കളെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ സ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിച്ചത്. മക്കൾ അവരുടെ കഠിനാധ്വാനവും അവരുടെ അധ്യാപകരുടെ പ്രോത്സാഹനവും പേരൻസിന്റെ സപ്പോർട്ടും എല്ലാം കൂടെ ആയപ്പോഴേക്കും നമുക്ക് ഈ ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് സമ്മാനം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. 100 മേനി വിജയം. തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ കിട്ടി, ദൈവാനുഗ്രഹം. ഇനി അടുത്ത വർഷം തുടർന്ന് അങ്ങോട്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിള്ളേരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, പിള്ളേർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പേരൻസിന്റെ സപ്പോർട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ടീം വർക്കായിട്ട് നിന്നതിന്റെ ഒരു വിജയമാണ് ഇതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇല്ല നമ്മളെ മക്കളുടെ ഈ ഒരു കലോത്സവത്തിൽ ദേവമാതയിലെ കുട്ടികളെ എല്ലാവരും നല്ല താളബോധമുള്ള കുട്ടികളാണ്. കലാപരമായി അവർക്ക് നൈസർഗികമായ കുറച്ച് കഴിവുകളുണ്ട്. അത് അധ്യാപകരും രക്ഷിതാക്കളും കൂടി അത് കണ്ടെത്തി അതിന് നല്ല പ്രോത്സാഹനം കൊടുത്തു. അതിന്റെ വിജയമാണ് ഇത്. ജില്ലയിൽ അത് ആവർത്തിക്കട്ടെ. അതെ, മീഡിയ ആശംസിക്കുകയാണ്. എന്താ ടീച്ചറെ പേര്? ഷീമ. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിരുന്നു. കൺവീനർ അല്ലേ? പ്രോഗ്രാം കൺവീനർ. അതെ. കലോത്സവത്തെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് മലയോരത്തിന്റെ എല്ലാ പരിമിതികളുണ്ട്. അതൊക്കെ മറികടന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. രാപ്പകലില്ലാതെ അവരുടെ അധ്വാനം, രക്ഷിതാക്കളുടെ അധ്വാനം, അതുപോലെ അധ്യാപകരുടെ എല്ലാവരുടെയും സപ്പോർട്ട്, മാനേജ്മെന്റിന്റെ തുടക്കം മുതലേ നോബ്ലച്ചന്റെ, നമ്മുടെ സ്കൂൾ മാനേജർ നോബ്ലച്ചന്റെ ഒക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ PTA ഭാരവാഹികളുടെ, PTA പ്രസിഡന്റ്, പിന്നെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു കഠിന പ്രയത്നത്തിന്റെ ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ജില്ലയിലേക്ക് 14 ഇനങ്ങളിലാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ജില്ലാതലത്തിലേക്ക് 67 കുട്ടികൾ പങ്കെടുത്തു. 67 കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ജില്ലാ കലോത്സവത്തിലേക്കാണ് കുട്ടികൾ ഇപ്പം പോകാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ്. എന്താ ടീച്ചറെ പേര്? റിമിത. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? അത് നമ്മുടെ രക്ഷിതാക്കളുടെ സഹകരണവും കുട്ടികളുടെ ഹാർഡ് വർക്കും കൂടി, പിന്നെ അധ്യാപകർ അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ പറ്റും. ജില്ലയിലും അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയില്ല, എന്തായാലും അടിപൊളിയായിരിക്കും. എന്താ ടീച്ചറെ പേര്? പേര് സോഫിയ. ടീച്ചറെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കൾ? വളരെ ഭംഗിയായിട്ട് കുട്ടികൾ കൈകാര്യം ചെയ്തു. കാരണം ഷീമ ടീച്ചർ പറഞ്ഞതുപോലെ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഈ മലയോരത്തിന്റെ മക്കളായതുകൊണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ പെർഫോം ചെയ്തത്. പക്ഷേ അവരുടെ മാക്സിമം അവർ ചെയ്തു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നോബിളച്ചൻ, പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ ഷീമ ടീച്ചർ നയിച്ച ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിജയം. യെസ്, അതാണ് നമുക്ക് മുൻപിൽ കാണാൻ പറ്റിയത്. ജില്ലയിലേക്ക് അത്രയധികം കുട്ടികൾ നമുക്ക് ഇനിയും പോകാനുണ്ട്. അവർ അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണുള്ളത്. ഏറ്റവും ഭംഗിയായി നടക്കുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയോടെ ദേവമാത നിൽക്കുന്നു. താങ്ക് യു. വിജയിക്കട്ടെ. എന്താ ടീച്ചറെ പേര്? മാറി നിൽക്കുകയാണല്ലേ. എന്താ പേര്? മെൻസി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? മികച്ച പെർഫോമൻസ് ആയിരുന്നു. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളെ ജില്ലയിലും ഇതേ വിജയം തന്നെ ആവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ ടീച്ചറെ പേര്? അനാബൽ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ? നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു നന്നായിട്ട് സഹകരിക്കുന്ന കുട്ടികളാണ്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് സഹകരിക്കും, നല്ല സ്നേഹമുള്ളവരാണ്. പേരൻസിന് നല്ല സപ്പോർട്ടുണ്ട്. അപ്പം ജില്ലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നന്നായിട്ട് അവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എന്താ ടീച്ചറെ പേര്? എൻ്റെ പേര് പ്രിയത. കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മുടെ ദേവമാതയുടെ പേര് വാനോളം ഉയർത്താൻ അവർക്ക് സാധിച്ചു. അതിൽ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്. ജില്ലയിൽ തകർക്കും. ജില്ലയിൽ തകർക്കും. ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു. നെഞ്ചിലാഴ്ന്നമരുന്ന മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിൻ്റെ വേർപാട് നുരയുന്നു. പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി, ഒടുവിലെത്തുന്നതും നോറ്റപാഴ് സ്മൃതികളിൽ. കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺപാർത്തിരിക്കുന്നു. അപ്പോ കണ്ടില്ലേ, ഇവിടുത്തെ മക്കൾ മാത്രമല്ല, ഇവിടുത്തെ അധ്യാപകരും നല്ല കലാകാരന്മാരും കലാകാരികളൊക്കെയാണ്. ടീച്ചറാണ് ഇപ്പൊ ഒരു കവിതയൊക്കെ പാടിത്തന്നത്. അപ്പൊ ടീച്ചറെ അടിപൊളി കവിതയും പാടി തന്നിട്ട് വിളിച്ചിരിക്കുക. അടിപൊളി കേട്ടൊക്കെ, അടിപൊളി. അപ്പോ നല്ല പെർഫോം ചെയ്ത മക്കളാരാ ഉള്ളേ? നമ്മളെ പേര്? എന്റെ പേര് ഐറിൻ. ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തത്? നാടകം. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട, സിമ്പിൾ ആയിട്ട്. നല്ലതായിരുന്നു. നമ്മളെ കഥാപാത്രം എന്തായിരുന്നു? മുത്തശ്ശി വേഷമായിരുന്നു. അത് നമ്മളെ ടൂർ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി 2 ഡയലോഗ് പറഞ്ഞാൽ. അപ്പൊ നാടകത്തിൽ മുത്തശ്ശിയായിട്ട് കഥാപാത്രം അവതരിപ്പിച്ച മോളുടെ ചെറിയൊരു ഡയലോഗ്. ഓക്കെ. നിങ്ങളിത് കണ്ടാ, ഇത് ഈ നാട്ടിൽ നടക്കണ പോരാണ്, ഈ നാടിന്റെ ശാപം.
ഒരു കാലത്തും വിട്ടുമാറാത്ത ശാപം. ഈ പോരിൻ്റെ ഒരു വശത്ത് അധികാരത്തിൻ്റെ ഹുങ്കും വെച്ച് ജയിക്കാനായി എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഈ പോര് തോറ്റാ പിന്നെ ഓൻ പറയുന്നത് കേൾക്കാനും ഓൻ്റെ കൂടെ നിൽക്കാനും ആരുണ്ടാവേല. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാ ഓൻ്റെ തലതൊട്ടപ്പന്മാര് കഴുകൻ കണ്ണുമായി ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ പോയാ അധികം വൈകാതെ ഈ നാടിന്റെ നാശം നിങ്ങൾ കാണും. ഓ അടിപൊളി അടിപൊളി, ഭയങ്കര ഡയലോഗായിരുന്നല്ലേ. അപ്പോൾ നമ്മോടൊപ്പം ഒരു സാറും കൂടി ചേരുന്നുണ്ട്. ഒപ്പനയുടെ അധ്യാപകനാണല്ലേ. സാറിന്റെ പേര്? അബ്ദുൽ ഗഫൂർ, കാസർഗോഡ്. കാസർഗോഡ് നിന്നാണ്. അത്രയും ദൂരെ നിന്ന് വന്നിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു മക്കളുടെ പെർഫോമൻസ്? നന്നായി, നല്ല ഉഷാറായിരുന്നു, വളരെ നന്നായിരുന്നു. നല്ല പാട്ടായിരുന്നു, നല്ല കളിയായിരുന്നു, മൊത്തത്തിൽ ടോപ്പായിരുന്നു. മുമ്പ് ഞാൻ ചെമ്പേരി സ്കൂളാണ് ഉണ്ടായത്. ഇപ്പൊ ഈ വർഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് അടിച്ചു. നാളെ മത്സരമാണ്, രാവിലെ മത്സരമാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. എത്ര ദിവസത്തെ റിഹേഴ്സൽ ആയിരുന്നു? ഒരു 2 മാസം. 2 മാസത്തെ അധ്വാനമാണ് ഇവിടെ ഒപ്പനയ്ക്ക് ഫസ്റ്റ് കിട്ടി. ഇപ്പൊ ജില്ലയിലേക്ക് അടുത്ത ദിവസം അതിന്റെ മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ജില്ലയിലും സാറിന്റെ കുട്ടികൾ നല്ല പെർഫോം ചെയ്ത് നമ്മുടെ ദേവമാതയ്ക്കൊക്കെ ഒരു വിജയ തിളക്കം തന്നെ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ സാറേ, താങ്ക് യു. അപ്പൊ മാഷിനെ നമ്മൾ പരിചയപ്പെട്ടു. ഒപ്പന ടീമാണ് ഇനിയിപ്പോ നമ്മോടൊപ്പം ഉള്ളത്. ഇവരൊക്കെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. നമ്മളെ പേര്? ആർദ്ര. ആർദ്ര. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളി, ഗംഭീരം. അഡ്രീന. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? പൊളി. ജില്ലയിലും പൊളിക്കും, അടിച്ചു പൊളിക്കും. എഫിറോസ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ആൻഡ്രോസ്. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? അടിപൊളിയായിരുന്നു. എൽബാറോസ്. എങ്ങനെയുണ്ടായിരുന്നു ഒപ്പന? കുഴപ്പമില്ല, എത്തും ഉറപ്പാ. എന്താ മോളെ പേര്? വൈഗ. എങ്ങനെയുണ്ടായിരുന്നു? പൊളി, അടിച്ചു പൊളി. ഇതാരാ വിളിച്ചേക്കുന്നത്? നക്ഷത്ര. ഞാൻ ലൈവ് മണവാട്ടി. അടിപൊളിയായിരുന്നു. അലക്സിയ. അടിപൊളിയായിരുന്നു. ജില്ലയിൽ തകർക്കും. ടെസ്മരിയ. ജില്ലയിൽ എങ്ങനെ? പൊളി. ചോദിച്ചതാ? ഓ, രണ്ടാമത് വന്നല്ലേ. അതിന്റെ താരം പാട്ട് പാടുന്നത്? ഇന്ന് തിങ്കളകന്തില്ല രാഗത്തിൽ ചേരുമേ മുത്തപ്പൂമലരാമുല്ല റഹ്മത്തിൻ ബാബില നീണ്ടേ ആറ്റതിലാന്നല്ല യാതൊരു സോലിൽ വാകുമേ ശീലല്ല ചന്ദ്രത്തില് മുന്തിയ സുന്ദരി ചെമ്മലരായി തമ്മ മമ്പുറ്റൊരു ഹാഷിമുറേശിയിലരശിയതാകുമ്പ വാഹിദിൽ ഹന്തുമൊളിന്റെ ഇമ്പമിലായി വമ്പ പിരുമത്തികമികവിന്റെ പരനിൽ സുഹൃതത്തിന്റെ പരിശുദ്ധ റസൂലിന്റെ തിളങ്ങിടും നാരി ജമാല കാമിലത്താ പോങ്കണിയല്ലേ ആശിക്ക് തായുള്ള ബേദാമർ മുത്തു മുഹമ്മദ് ചിത്തിരമാകുന്നേ. ഓ, അടിപൊളി. അപ്പോ എല്ലാവർക്കും വിജയാശംസകൾ ട്രൂ മീഡിയ കേരള നൽകിയാണ്. അപ്പോൾ അടുത്ത ദിവസമാണല്ലോ മത്സരം, നാളെയാണ്. അപ്പോൾ ഗംഭീരമായി മത്സരത്തിൽ പങ്കെടുത്ത് നല്ല ഒരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി. അപ്പോൾ കവിത ടീച്ചർ കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു കവിത പാടിത്തരാൻ. അപ്പോൾ ടീച്ചർ നല്ലൊരു ഗായികയാണ്. അപ്പോൾ ഒരു കവിത നമ്മളൊക്കെ പാടിത്തരാണ്. അമ്മ നിലാവ് എന്ന കവിതയാണ്, സ്വന്തം എഴുതിയതാണ്. അമ്മയുടെ നോവിൻ്റെ നേരറിയാ അമ്മയായി തീരുകേ മാർഗമുള്ളൂ. അമ്മയുടെ നോവിൻ്റെ നേരറിയാ അമ്മയായി തീരുകേ മാർഗമുള്ളൂ. നിറവയർ കാണവേ സഹതപിക്കും, പക്ഷെ താങ്ങുവാനാരാലുമാവതില്ല. വെല്ലുവാനാകില്ല മറ്റൊരു നോവിനും, ഈറ്റുനോവെന്നു ലോകഭാഷ്യം. അമ്മയുടെ നോവിൻ്റെ നേരറിയാ അമ്മയായി തീരുകേ മാർഗമുള്ളൂ. അടിപൊളി. അപ്പോൾ
സ്വന്തമായി എഴുതിയ കവിതയാണ് ടീച്ചർ പാടിയത്. ഗംഭീരം. അപ്പോൾ ഇവിടുത്തെ മക്കളെ റിഹേഴ്സലിലേക്ക് പുറത്തുനിന്ന് ആളൊന്നും വേണ്ട, എല്ലാ കലാകാരന്മാരും കലാകാരികളാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ. അപ്പോൾ മോളി വന്നേ, എന്താ മോളെ പേര്? ദിയ പ്രകാശ്. അപ്പോൾ ദിയ മോള് ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തത്? നങ്ങ്യാർകൂത്തും സംസ്കൃതം പ്രഭാഷണത്തിനും ഫസ്റ്റ്. അപ്പം ജില്ലയിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ നമ്മുടെ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഈ സ്കൂളിന്റെ റിഹേഴ്സല്, കലാപരം, അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു ടീച്ചേഴ്സ് എല്ലാം. കലോത്സവത്തിന് പരിപാടിക്കാണെങ്കിലും എല്ലാവരും അവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. ഈ സ്കൂളിൽ പഠനത്തിനാണേലും ആർട്ടിനാണെങ്കിലും സ്പോർട്സിനാണെങ്കിലും എല്ലാത്തിനും എല്ലാ ടീച്ചേഴ്സും മുന്നിൽ കാണും. പിള്ളേരുടെ കൂടെ സപ്പോർട്ട് ചെയ്തുണ്ടാവും. അടിപൊളിയായിരുന്നു. തകർത്തു. ജില്ലയിലും തകർക്കും. അപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടുത്തെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ. മക്കളൊക്കെ വളരെ ഒരു സന്തോഷത്തിലാണ്. ജില്ലയിലും തകർക്കും, സ്റ്റേറ്റിലും തകർക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ശ്രീനി സാറുണ്ട്. ശ്രീനി സാർ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ശ്രീനി സാറിന് വരുമ്പോൾ കണ്ടില്ല, എവിടെയായിരുന്നു? ഇരിക്കൂർ ഐ ഓഫീസിൽ ട്രോഫി വാങ്ങാൻ വേണ്ടി പോയതാ. ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സാർ നമ്മുടെ ഈ ഒരു വർഷത്തെ നമ്മുടെ ഈ ഒരു കലാപ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കലാപ്രവർത്തനം അടിപൊളിയാണ്. പൈസക്കരി വന്നതിന് ശേഷമാണ് ഒരു ഊർജം കിട്ടിയത്. ഇവിടെ ഒരുപാട് നല്ല കുട്ടികളുണ്ട്. ടീച്ചേഴ്സ്, അതുപോലെ സ്റ്റാഫ്, PT കാരെല്ലാം വമ്പ സപ്പോർട്ടാണ്. നാട്ടുകാർ വമ്പ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ സ്കൂള് അടിപൊളിയായി പോകുന്നു. അപ്പോൾ മക്കളൊക്കെ മത്സരം ഇപ്പോൾ ജില്ലയിലേക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ്. ജില്ലയിലേക്ക് ഇപ്പോൾ ഒരു വലിയ ബസ് കൂട്ടി പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും എണ്ണം കൂടി നമ്മുടെ മത്സരത്തിന് ഇനങ്ങളുടെ എണ്ണം കൂടി വരും. ഇതുവരെ നമുക്ക് ചെണ്ടമേളമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇത്തവണ ചെണ്ടമേളം കൃത്യമായിട്ട് ജില്ലയിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് സെറ്റ് ചെയ്താണെങ്കിലും നല്ല രീതിയിൽ കുട്ടികൾ പെർഫോം ചെയ്തു. അടിപൊളിയാണ്. ജില്ലയിൽ തകർക്കും. ജില്ലയിൽ മാക്സിമം തകർക്കും. സ്റ്റേറ്റിലും തകർക്കും. അപ്പോൾ എല്ലാവിധ ആശ്വാസങ്ങളും ട്രൂ മീഡിയ കേരള നേരുകയാണ്. വഞ്ചിപ്പാട്ടിന് ഫസ്റ്റ് A ഗ്രേഡ് നേടിയ ടീമാണ് ഇപ്പൊ വഞ്ചിപ്പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നത്. അപ്പൊ ജില്ലയിലും അടിച്ചു പൊളിക്കുക. ഓക്കെ, പൊളിക്കും. ഓക്കെ. അപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ പൈസക്കരി ദേവമാത ഹൈസ്കൂളിലെ സ്കൂൾ ലീഡറാണ് ഇപ്പോൾ ഉള്ളത്. മോനോ, എങ്ങനെയുണ്ടായിരുന്നു കലോത്സവത്തിന്? നല്ല കലോത്സവമായിരുന്നു ഈ പ്രാവശ്യത്തെ. കൂട്ടുകാരുടെ ഒക്കെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു റിഹേഴ്സലും കാര്യങ്ങളൊക്കെ? എങ്ങനെയാന്ന് വെച്ചാൽ നല്ല പ്രാക്ടീസ് ആയിരുന്നു. നല്ലോണം എല്ലാവരും നല്ലോണം ഒത്തുപിടിച്ചിട്ട് തന്നെയാണ് ഈ കലോത്സവത്തിൽ റണ്ണേഴ്സ് അപ്പ് നേടിയത്. അപ്പോൾ മോന്റെ നേതൃത്വത്തിലാണ്. മോനാണ് ഇവിടുത്തെ സ്കൂൾ ലീഡർ അല്ലേ? അപ്പോൾ അടിപൊളിയാണ്. നല്ല ജില്ലയിലേക്ക് തകർക്കും. അവിടെ ഞങ്ങൾ സംസ്ഥാനം പിടിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ.
ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ തമിഴ് പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡോടുകൂടി ജില്ലാ കലോത്സവത്തിലേക്ക് അർഹത നേടിയ മോളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്താ മോളെ പേര്? നതാഷ. നതാഷ. ഏത് സ്കൂള്? ദേവമാതാ ഹൈസ്കൂൾ പൈസക്കരി. ദേവമാതാ ഹൈസ്കൂൾ പൈസക്കരി. ഏത് പാട്ടാണ് പാടിയത്? തമിഴ് പദ്യം ചൊല്ലൽ. അത് പാഞ്ചാലി ശബ്ദം. പാഞ്ചാലി ശബ്ദം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ട്രൂ മീഡിയ കേരളയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാ പദ്യം ഒന്ന്. துச்சாதனன் எழுந்தே அன்னை துகிலினை மன்றிடை யுரிதலுற்றான் அச்சோ தேவர்களே என்று அலறிய விதுரனும் தரை சாய்ந்தான் பிச்சேறியவனை போலந்த பேயனும் துகிலினை உரிக்கையிலே உச்சோதியிர் கலந்தாள் அன்னை உலகத்தை மறந்தாள் ஒருமையுற்றாள். ഓക്കെ, ആരാ ഇത് ഈ പദ്യം പഠിപ്പിച്ചെന്ന്? അമ്മ. അമ്മയാണ്. അമ്മ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ നേരുകയാണ്. ഇനിയും ജില്ലാ കലോത്സവങ്ങളിൽ അതോടൊപ്പം തന്നെ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ നാടിന് ഇരിക്കൂർ സബ് ജില്ലയ്ക്ക്, കണ്ണൂർ ജില്ലയ്ക്കൊക്കെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ട്രൂ മീഡിയ കേരള. ഓക്കെ, താങ്ക് യു. പൈസക്കരി ദേവമാതാ ഹൈസ്കൂൾ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കമായ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും എത്തട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. ഇവരെ പരിശീലിപ്പിച്ച ഇവരുടെ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ട്രൂ മീഡിയ കേരളയുടെ ഒരു ബിഗ് സല്യൂട്ട്. പൈസക്കരി ദേവമാതാ ഹൈസ്കൂൾ സബ് ജില്ലാ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഒരു ജില്ലാ കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ പൈസക്കരി ദേവമാതാ ഹൈസ്കൂളിന് എല്ലാവിധ വിജയ ആശംസകളും ട്രൂ മീഡിയ കേരള നൽകുകയാണ്. ഡോളമി മുണ്ടാരിനോടൊപ്പം ശ്രീവേഷ്കർ, ട്രൂ മീഡിയ കേരള.